പ്രിയമുള്ളവരെ, മതസംഘടനകളിൽ ഈ ഇഹ്സാൻ കുറഞ്ഞു വരുന്നു. എന്താണ് ഇഹ്സാൻ? ജിബ്രീൽ വന്ന് ഈമാനും ഇസ്ലാമും ഇഹ്സാനും കൂടി നബി തങ്ങൾക്ക് പഠിപ്പിച്ചു. നബി തങ്ങളോട് പറഞ്ഞത്, അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങളെ കാണുന്നുണ്ട്. ഫഇന്നഹു യറാക. ഈ കാണുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഇഹ്സാനിയത്ത് വാസ്തവത്തിൽ മതസംഘടനകളിൽ കുറഞ്ഞതുകൊണ്ടാണ് ഇവരൊക്കെ ആരോപിതരാകുന്നത്. ശരിയോ തെറ്റോ നമുക്കറിയില്ല. ഇപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 67 ലക്ഷം രൂപയുടെ മരങ്ങൾ വെട്ടിപ്പോയി എന്ന് പറയപ്പെടുന്നു. അത് പറച്ചിൽ പോലും പണ്ഡിത സംഘടനയ്ക്ക് വരാൻ പറ്റുന്നതല്ല. അമ്പലക്കടവ് ഫൈസി കുറ്റാരോപിതനാണ്, സാമ്പത്തികമായ കുറ്റത്തിൻ്റെ ആരോപിതനാണ്. അത് വരാനിരിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. പോരാ, AP സമസ്തയിൽ ഒരു പള്ളിയുടെ 30 സെൻറ്റ് സ്ഥലം പള്ളി കമ്മിറ്റി അറിയാതെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനോ മറ്റതിനോ വേണ്ടി രജിസ്റ്റർ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നു. സത്യം അറിയില്ല. ആ ആരോപണം പണ്ഡിത ലോകത്തിന് വരാൻ പറ്റുന്നതല്ല. കൂടുതൽ പണത്തിൽ ഇവർ കേന്ദ്രീകരിക്കുന്നു, ഫണ്ടുകളിൽ കേന്ദ്രീകരിച്ച് ഇഹ്സാൻ എന്ന കൽബിയായ ഈമാനിക ആവേശം ഇവരെ കൽബിൽ നിന്ന് പോകുന്നു. പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണ്? പഴയ ആളുകൾ തെറി പറയുക. പെരിന്തൽമണ്ണയിൽ SKSSFൻ്റെ സമ്മേളനത്തിൽ പോയി വളരെ കുരുന്ന് ചെക്കന്മാരെ ഒരു പാതാറ് ഫൈസിയോ ഏതോ ഒരു കരുളായിക്കാരനോ ഇവരൊക്കെ പറയുന്നത് ആരെയാണ്? PMS പൂക്കോയ തങ്ങളുടെ അങ്ങോട്ടാണ് ഇവർ ചെന്നെത്തുന്നത്. ഏത് കൊലക്കൊമ്പൻ്റെ മകനാണെങ്കിലും, കൊലക്കൊമ്പൻ എന്ന് പറഞ്ഞത് PMS പൂക്കോയ തങ്ങൾ, മകൻ എന്ന് പറഞ്ഞത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇത്തരം പ്രയോഗങ്ങൾ ഇവരിന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? ദീനിയായ ഇഹ്സാൻ ഇല്ല, ദീനിയായ സലാഹിയത്ത് ഇവരുടെ കൽബിലില്ല, സുഹുദും തസവുഫും തീരെയില്ല. അപ്പോൾ ഇഹ്സാൻ ഇവരുടെ കൽബിൽ നിന്ന് ഒഴിവായി ഇവർ സാമ്പത്തികത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു. സൂക്ഷിക്കണം. നിങ്ങളുടെ പണം ഏതൊരു രീതിയിൽ ചെലവഴിക്കുമ്പോഴും എന്താവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. അന്തിർ അശീറത്തക്കൽ അക്രബീന്ന അടുത്ത കുടുംബക്കാർ കള്ളു കുടിക്കുന്നോ